Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് ടിപ്സ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വിറകിന്റെ അടുപ്പൊക്കെ ഉപയോഗിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സ് ആണ്. വിറകടുപ്പ് ഉപയോഗിക്കുന്നവരുടെ മെയിൻ പ്രശ്നമായിരിക്കും ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുക എന്നുള്ളത്. ഒരുപാട് നേരം ഉരച്ച് കഴുകുകയും അതേപോലെ തന്നെ കയ്യിലൊക്കെ ചാരവും കരിയൊക്കെ ആവും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ല പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ കഴിയുന്ന ഒരു ടിപ്സുമായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലെ അരികുവശത്തൊക്കെ ഉള്ള ഈ ഒരു കറയും മാറ്റാനുള്ള ഒരു ടിപ്സ് ഉണ്ട്. അതേപോലെ തന്നെ കുക്കറിൻ്റെ അടുക്കി പിടിച്ചതൊക്കെ പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു ടിപ്പും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുക്കറാണ് ക്ലീൻ ആക്കി എടുക്കുന്നത്. അപ്പോൾ അടിയിൽ പിടിച്ചിട്ടുള്ള കുക്കറാണ്. അപ്പോൾ അധികം ടൈമൊന്നും ഉരച്ചെടുക്കാതെ തന്നെ പെട്ടെന്ന് ക്ലീൻ ആക്കാനുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ ഇതേപോലെ അടിയിൽ പിടിച്ചിട്ടുള്ള കുക്കറിലേക്ക് ഒരു സ്പൂണ് സോപ്പും പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് സമയം കുതിർത്ത് വെക്കാതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യട്ടോ. പെട്ടെന്ന് കുക്കറിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു ടിപ്പാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ സോപ്പും പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിൽ പിടിച്ച ആ ഒരു ലെവലിൽ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പം നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ലോ ഫ്ലെയിമിലാക്കി ഇട്ടാൽ മതി. നമ്മുടെ പാലൊക്കെ പതഞ്ഞ് പൊങ്ങുന്ന പോലെ പൊങ്ങി വരുന്നുണ്ട്. ഇനി ഇതേപോലെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉരച്ച് കൊടുക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് ഇതേപോലെ ഒന്ന് നമ്മൾ ഈ ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കാം. അപ്പോൾ കരികളൊക്കെ ഇളകി വരുന്നത് കാണാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ കുക്കറിൻ്റെ അടിഭാഗം മാത്രമായിരിക്കും തിളയ്ക്കുക. തിളച്ച് നന്നായിട്ട് പൊന്തി വരില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് 2-3 മിനിറ്റ് ഇതേപോലെ ഒന്ന് തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കാം, ഒന്ന് ചുരണ്ടി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഒന്ന് ഒഴിവാക്കിയെടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ട് സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് ചെറുങ്ങനെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി. നമ്മുടെ കുക്കർ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും. അധികം ബലം കൊടുത്തിട്ടൊന്നും സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ കരികളൊക്കെ ഇളകി പോരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കരി പിടിച്ച കുക്കറൊക്കെ എളുപ്പത്തിൽ തന്നെ ക്ലീനായി വന്നിട്ടുണ്ട്. അധികം ഒന്നും ഉരച്ച് ബുദ്ധിമുട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പ് നമ്മുടെ ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ ഈ ഒരു അരികു വശമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്ന ടിപ്പാണ്. നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുന്ന പാനിനാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുള്ളത്. അപ്പോൾ പാന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി ആ ഒരു കറുത്ത പാടുകളുള്ള ആ ഭാഗത്ത് കുറച്ച് കോൾഗേറ്റ് അവിടെ അങ്ങനെ തേച്ച് കൊടുക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പീസ് ലെമണിൻ്റെ ഒരു പീസാണ്. അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു പേസ്റ്റുള്ള ഭാഗത്തു നിന്ന് പേസ്റ്റ് എടുത്തിട്ട് ആ ഒരു കറുത്ത പാടുള്ള ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ കൈയൊന്നും പൊള്ളാതെ നോക്കണം. അപ്പോൾ ഈ ഒരു ലെമണിൻ്റെ മുകളിൽ ഇതേപോലെ ഫോർക്ക് കുത്തിങ്ങാഞ്ഞിട്ട് ഇങ്ങനെ ഉരച്ച് കൊടുത്താലും മതി. അപ്പോൾ പേസ്റ്റും ലെമണും എല്ലാ ഭാഗത്തും ഇതേപോലെ ഉരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് ഒന്നൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു പാകം ചൂടാകുമ്പോൾ നമുക്ക് ഇതേപോലെ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്റ്റീലിൻ്റെ സ്ക്രബ്ബറല്ല, ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രബ്ബറാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ സ്പോഞ്ചിൻ്റെ കൂടെ ഉണ്ടാവുന്ന ആ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചാലും മതി. ഞാനൊരല്പം വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ ആ ഒരു കറുത്ത പാട് പോയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇതേപോലെ വേറൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടൊന്ന് കുറച്ചും കൂടിയും ക്ലീൻ ആക്കി എടുക്കാം.
ഇനി ഈ പാനിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ലെമണും പേസ്റ്റും ഇതേപോലെ ചൂടാക്കി തേച്ച് കൊടുക്കാം. എന്നിട്ട് ആ ചൂടിൽ തന്നെ ഓഫാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളൊരു ഇതേപോലെ ഒരു തവി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇതേപോലെ വന്ന് തുടങ്ങുമ്പം തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ടിപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് കിട്ടും. കുറേ കാലമായിട്ട് ഇതേപോലെ ഉണ്ടെങ്കിൽ അത് കൂടി വരികയാണ് ചെയ്യുക. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചൂടുള്ള പാനിൽ ഒരു തവി വെച്ച് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ച് നമ്മൾ അതൊന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി വാഷ് ചെയ്ത ശേഷം ഇതാ നമ്മുടെ പാന് ഇതേപോലെയാണ് ആയിട്ടുള്ളത്. ഒരുവിധമൊക്കെ ആ ഒരു കറുത്ത പാടുകളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ടിപ്സ്, നമ്മൾ വിറകടുപ്പിലൊക്കെ നമ്മൾ ചോറൊക്കെ വെക്കുമ്പോഴും ഒക്കെ നമ്മുടെ ചെമ്പൊക്കെ കരി പിടിക്കാറുണ്ട്. അപ്പം അങ്ങനെ കരി പിടിച്ചാൽ നമുക്ക് അത് ഉരച്ച് കഴുകിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ്. അപ്പോൾ അങ്ങനെ ഉരച്ച് കഴുകേണ്ട ആവശ്യമില്ല. നമുക്കൊരു പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് തുടച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അത്രയും നല്ല സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ ഇത് കരി പിടിക്കാത്ത ചെമ്പ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കരി പിടിച്ച പഴയ ചെമ്പിൽ ചെയ്യാൻ പറ്റില്ല. പുതിയൊരു ഒരു കരി പിടിക്കാത്ത ചെമ്പാണ് എടുക്കേണ്ടത്. ഓൾറെഡി കരി പിടിച്ച ചെമ്പിൽ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ചെമ്പാണ് അടുപ്പിൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ അടുപ്പ് വെക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു കലത്തിൻ്റെ മേലായിട്ട് കുറച്ച് ഓയിലാണ് തടവി കൊടുക്കുന്നത്. ഓയിലോ വെളിച്ചെണ്ണ എന്തായാലും മതി. നമ്മൾ പപ്പടമൊക്കെ പൊരിച്ച് ബാക്കിയുള്ള ഓയിൽ, ചിക്കൻ പൊരിച്ച ഓയിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ബാലൻസ് വരുന്ന വേസ്റ്റാക്കി കളയുന്ന ഓയിലാണ് തേച്ച് കൊടുക്കുന്നത്. അത് നമുക്ക് ഈ ഒരു തീ വെച്ചാൽ കരി വരുന്ന എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി കൊടുക്കാം. എത്രത്തോളം നമ്മുടെ ആ തീ പാളി കത്താറുണ്ട് അതിനനുസരിച്ച് എല്ലാ സ്ഥലത്തും ഇതേപോലെ ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഓയിൽ തേച്ച് കൊടുക്കാം. ഇനി ഈ ഒരു കലം നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് എന്താ കുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ അടുപ്പിൽ വെച്ചിട്ടുള്ള ചെമ്പ് ഉരയ്ക്കാതെ തന്നെ നമ്മളൊരു പേപ്പർ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓയിൽ പുരട്ടി അടുപ്പിൽ വെക്കുന്നത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ കഴിയും. നമുക്ക് ഉരച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം ഉപയോഗിക്കേണ്ടതോ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു തുണിയോ അല്ലെങ്കിൽ ഒരു പേപ്പറോ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ വിറകടുപ്പൊക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന നല്ലൊരു ടിപ്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വിറകടുപ്പ് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇപ്പോൾ വിറകടുപ്പൊക്കെ ഉപയോഗിക്കുന്നവർക്ക് എന്തായിട്ടും യൂസ്ഫുൾ ആവും ഈ ഒരു ടിപ്പ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെമ്പൊന്നും കരി പിടിക്കില്ല. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ചെമ്പ് എപ്പോഴും ഇതേപോലെ തന്നെ ഉണ്ടാവും, ഈ ഒരു കളറിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വെള്ളമോ സോപ്പോ ഒന്നും ഉപയോഗിക്കാതെ ഒരു പേപ്പർ വെച്ചിട്ടാണ് ഇതിൻ്റെ കരികളൊക്കെ തുടച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ടിപ്പാണ്, നമ്മുടെ ചാരം, വെണ്ണീര് നമുക്ക് കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെമ്പിൻ്റെ മുകളിലൊക്കെ ഒന്ന് തേച്ച് വെച്ചതിന് ശേഷം അടുപ്പിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ ആ ചെമ്പ് അധികമായിട്ടൊന്നും കരി പിടിക്കില്ല. അതേപോലെ തന്നെ നമുക്ക് തേച്ച് ഉരച്ച് കഴുകാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ 2 ടിപ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതേപോലെ ടിപ്സ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.